പ്രിയമിത്രങ്ങളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ്. കഥ അവസാനം വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. ഞാനും എൻ്റെ ഭാര്യയും അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്കവിടെ ഒരു കമ്പനിയിലാണ് ജോലി. ഭാര്യ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് ഹരി ഉണ്ണിത്താൻ, ഭാര്യ ബെറ്റി. ഞങ്ങൾ രണ്ടുപേരും രണ്ടു മതത്തിൽപ്പെട്ടവരായിരുന്നു. ഇവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹിതരായവരാണ്. ഞങ്ങളുടെ വിവാഹത്തിന് രണ്ടു വീട്ടുകാരും എതിരായിരുന്നു. അവസാനം വീട്ടിൽ ഞാൻ ഒറ്റമോനായതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ എതിർപ്പെല്ലാം മാറി. പക്ഷെ അവളുടെ വീട്ടുകാർ അങ്ങനെ തന്നെ നിന്നു. എങ്കിലും അവൾ ചിലപ്പോഴൊക്കെ അവളുടെ അമ്മയെ ഫോണിൽ വിളിക്കാറുണ്ട്. അവളുടെ അച്ഛനാണ് ഒരു തരത്തിലും അടുക്കാതെ നിന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ആള് മയ്യത്തായി. കാര്യമറിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി. എത്രയായാലും അവളുടെ അച്ഛനല്ലേ. അവളാണെങ്കിൽ 5 മാസം ഗർഭിണി. അവളുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അവൾ ഗർഭിണിയാണെന്നുകൂടി അറിഞ്ഞപ്പോൾ അവിടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്കൊരു സഹോദരി കൂടി ഉണ്ടായിരുന്നു, പേര് ക്രിസ്റ്റി. അവളും ഭർത്താവും കുവൈറ്റിൽ സെറ്റിലാണ്. അച്ഛന്റെ മരണത്തിന് അവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരിപ്പിന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ് അവർ ഉടനെ തന്നെ കുവൈറ്റിലേക്ക് പറന്നു. ഞങ്ങൾ പിന്നെ 2 ആഴ്ച കൂടി കഴിഞ്ഞാണ് തിരിച്ച് അബുദാബിയിലേക്ക് പോയത്. അതോടെ പിണക്കങ്ങൾക്കൊക്കെ ഒരറുതിയായി. ബെറ്റിയുടെ അമ്മയ്ക്കും എന്നെ വളരെ ഇഷ്ടമായി. അങ്ങനെ മാസങ്ങൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ബെറ്റി അമ്മയെ മിക്കവാറും ഒക്കെ വിളിക്കും. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വീട്ടിൽ. അവൾ സംസാരിച്ചിട്ട് ഫോൺ എൻ്റെ കയ്യിൽ തരും. ഞാനും അമ്മായിയമ്മയോട് സംസാരിക്കും. അതൊരു പതിവായി. ഒരു ദിവസം വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, നിങ്ങൾ മാത്രമേ ഇങ്ങനെ വിളിക്കൂ. ക്രിസ്റ്റിയും ഭർത്താവും മാസത്തിലെങ്ങാനും ഒരിക്കൽ വിളിക്കും. പിന്നെ അവൻ നിന്റെ അടുത്ത് എങ്ങനാ? എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണമ്മേ. നിന്റെ ഭാഗ്യമാണ് മോളെ നിനക്ക് അവനെ കിട്ടിയത്. എനിക്ക് വീട്ടിൽ വന്നപ്പോഴേ അത് മനസ്സിലായി, അവൻ നല്ല സ്നേഹമുള്ളവനാണെന്ന്. അങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. രാത്രിയിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബെറ്റി ഹരിയോട് ചോദിച്ചു, ഞാൻ ഹരിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുവോ? കാര്യം പറ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ദേഷ്യപ്പെടണോ വേണ്ടയോ എന്ന്. നമുക്കേ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എനിക്കാണെങ്കിൽ ഇപ്പോൾ 8 മാസം ആകുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അമ്മയുണ്ടെങ്കിൽ ഒരു സഹായമാവില്ലേ? അതിന് അമ്മ സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് സമ്മതമാ. പോരെങ്കിൽ ഒരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, ഹരി പറഞ്ഞു. അല്ലേലും എന്റെ ഹരിക്കുട്ടൻ സ്നേഹമുള്ളവനാണെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ വയ്യാതിരിക്കുന്നോണ്ടാ, അല്ലെങ്കിൽ ഇതിന് ഞാനൊരു സമ്മാനം തന്നേനെ, ബെറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ വയ്യായോ? വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും, ഒന്ന് മനസ്സ് വെച്ചാൽ മതി. പോയേ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞു കൂടിക്കോട്ടെ. എന്റെ ഹരിക്കുട്ടന് ഞാൻ പലിശ സഹിതം തരാം, പോരെ? ഓക്കെ, ഞാൻ പറഞ്ഞു. പിറ്റേന്ന് അവൾ അമ്മയോട് സംസാരിച്ച ശേഷം പറഞ്ഞു, അമ്മ ഇവിടെയൊക്കെ വന്ന് കാണാൻ വലിയ താല്പര്യമുണ്ടെന്ന്. അതിന് നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ അമ്മയെ നമ്മൾ 1 മാസത്തിനകം ഇവിടെ കൊണ്ടുവന്നിരിക്കും, പോരെ? എനിക്കറിയാം ഹരി പറഞ്ഞാൽ പറഞ്ഞതാണെന്ന്. അമ്മ പറഞ്ഞ പോലെ എന്റെ ഭാഗ്യം തന്നെ ആടാ നീ. അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എന്റെ കവിളിലും മുടിയിലും തലോടി. 2 ആഴ്ചക്കുള്ളിൽ വിസയും കാര്യങ്ങളുമെല്ലാം ശരിയാക്കി ഞാൻ അമ്മായിയമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ അതിശയപ്പെട്ടുപോയി. ഫോണിൽ അവർ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ സത്യത്തിൽ അവൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലായിരുന്നു. ആ, അമ്മ എന്നാ വരുന്നത്? ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം. മോൻ ഇഷ്ടമുള്ള ദിവസം ബുക്ക് ചെയ്തു. എനിക്കിവിടെ വേറെ ആരെയും നോക്കാനില്ലല്ലോ. ബന്ധുക്കളോടൊന്ന് വിളിച്ചു പറയണം, അത്രേ ഉള്ളൂ. എന്നാ ശരി, ടിക്കറ്റ് ഓക്കെ ആയിട്ട് ഞാൻ വിളിച്ചു പറയാം. അവളെന്തിയേ ബെറ്റി? അവൾക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി അമ്മേ. ഞാൻ പറയാം അവൾ വരുമ്പോൾ. ശ്രദ്ധിക്കണേ മോനെ, ആദ്യത്തേതല്ലേ. ഞാനങ്ങ് എത്തിയാൽ പിന്നെ കുഴപ്പമില്ല. ആ, അമ്മയെ കാത്താ അവള് ഇരിക്കുന്നത്. നല്ല ക്ഷീണമുണ്ടമ്മേ. ഭക്ഷണമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അവളെല്ലാം പറഞ്ഞു തരും. കുറച്ചു ദിവസം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നൊക്കെ ഞാൻ ഏറ്റെന്നേ. ശരി, എന്നാൽ ഞാൻ വെക്കട്ടെ അമ്മേ. ഓ, ആയിക്കോട്ടെ. ടിക്കറ്റ് എടുത്ത് കൊറിയർ ചെയ്തു. അങ്ങനെ ബെറ്റിയുടെ അമ്മ വന്നിറങ്ങി. ബെറ്റിക്ക് നല്ല ക്ഷീണമുള്ളതിനാൽ ഞാൻ തനിച്ചാണ് എയർപോർട്ടിൽ നിന്നും അമ്മയെ കൂട്ടാൻ ചെന്നത്. അമ്മയ്ക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം.
അമ്മയെ കാറിൽ കയറ്റിയിരുത്തി ലഗേജ് എല്ലാം അകത്തെടുത്ത് വെച്ച് വണ്ടി എടുത്തപ്പോൾ അവർ ചോദിച്ചു, കാറ് മോന്റെ സ്വന്തമാണോ? അതെ അമ്മേ, ഇവിടെ കാറിനൊന്നും അത്ര പൈസ ഇല്ലല്ലോ. എന്നാലും ഇതൊക്കെ ഉള്ളത് കൊണ്ട് സൗകര്യമല്ലേ, വല്ലയിടത്തും പോവാനും വരാനുമല്ല. ആ, അത് നേരാ. പക്ഷെ പാർക്കിംഗ് ആണമ്മേ പ്രശ്നം. മോനിന്ന് ജോലിയില്ലേ? ഉണ്ട്. അമ്മയെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ. ബെറ്റിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, അവൾ വൈകിട്ടെത്തും. വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാം. പറഞ്ഞിരിക്കുമ്പോഴേക്കും അവളുടെ കോൾ വന്നു. ഹരി, അമ്മ എത്തിയോ? ഉവ്, ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും റൂമെത്തി. അകത്ത് കടന്ന് എല്ലാം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ കാപ്പിയും എടുത്തു കുടിച്ചു. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ ധൃതിയിൽ ഇറങ്ങി. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെല്ലുമ്പോൾ അമ്മ ചോറും കറിയുമെല്ലാം റെഡിയാക്കി വെച്ചിട്ട് TV കാണുകയായിരുന്നു. ആഹാ, മോനെത്തിയോ? അമ്മയ്ക്ക് ബോറടിച്ചോ? ഇല്ല, ഒന്ന് കുളിച്ച് വൃത്തിയായി പിന്നെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി. ദാ ഇപ്പോൾ ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ. ഈയിടെയായി ഞാൻ ഉച്ചയ്ക്ക് വന്ന ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കുക പതിവ്. കുക്ക് ചെയ്യുന്ന സ്മെല്ല് അവൾക്ക് പിടിക്കുന്നില്ലത്രേ. അതൊക്കെ ഉണ്ടാവും മോനെ. ഇനി ഏതായാലും ഞാനുള്ളത് കൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട. എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. മോന്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും എനിക്കറിയില്ലല്ലോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ലമ്മേ. എന്തായാലും എനിക്ക് ഇറങ്ങും. അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടം. പക്ഷെ ക്രിസ്റ്റിയുടെ ഭർത്താവിന് കുറെ ശാഠ്യങ്ങളുണ്ട് മോനെ. ആടും പോത്തും പറ്റില്ല, കോഴി മാത്രമേ പറ്റൂ, അങ്ങനെ ഓരോന്നൊക്കെ. എന്നും അതൊക്കെ നോക്കാൻ പറ്റൂ? അവരെന്നെ നോക്കി ചിരിച്ചു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ബെറ്റി എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്? ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ? എങ്ങനെയായാലും ഒരു കുറവും വരാതെ നോക്കണില്ലേ നീ? അവൾക്കൊരു സങ്കടവുമില്ല. അതിലും വലുതെന്താ വേണ്ടത്? അവളുടെ അപ്പനായിരുന്നു ദേഷ്യവും എതിർപ്പുമല്ല. ഞാൻ അവരെ പുഞ്ചിരിയോടെ നോക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവളെ ഞാൻ തെറ്റു പറയില്ല. മോനെ പോലൊരു ആണിന്റെ നേരെ നോക്കി ആരാ ഇഷ്ടമല്ല എന്ന് പറയുക? എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അതിലൊരല്പം കൊഞ്ചലുണ്ടായിരുന്നത് പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാനിരുന്നു. സാമ്പാറും തോരനും പപ്പടവും ഒക്കെ ചേർത്ത് ഒരു തനി നാടൻ ശാപ്പാട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുവുമാങ്ങയും ചമ്മന്തിപ്പൊടിയും കൂടി ആയപ്പോൾ അടിപൊളി. അമ്മയുടെ കറികളൊക്കെ നന്നായിട്ടുണ്ട്. രാത്രിയിലേക്ക് വല്ലതും നോൺ വെജ് ആക്കാം. അവൾക്ക് അതാവും കൂടുതൽ താല്പര്യം. ചപ്പാത്തിയാണോ ചോറാണോ? രണ്ടും ചേർന്ന് ആയിക്കോട്ടെ. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ വൈകിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാം. അത് പിന്നെ ഒരു വട്ടം വേണം. പിന്നെ ആവട്ടെ. അതെന്താ ഇപ്പൊ പറഞ്ഞോളൂ. ഞാൻ അമ്മയുടെ മരുമകനായതുകൊണ്ടാണോ? അയ്യോ, അതുകൊണ്ടല്ല മോനെ. നിന്നോട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. അവരൊന്ന് പരുങ്ങി. വൈകിട്ട് വന്നപ്പോൾ ബെറ്റി നേരത്തെ എത്തിയിരുന്നു. ആഹാരമെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരം അവളോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ വേണമെന്ന് തോന്നുന്നുണ്ട്, നീ തന്നെ ചോദിക്ക്. ആ, അതോ? എന്നോട് പറഞ്ഞു. പോരാൻ നേരം ധൃതിയിൽ എടുത്തു വെച്ചിരുന്ന കവർ എടുക്കാൻ വിട്ടുപോയത്രേ. ഞാൻ പറഞ്ഞു, ഇവിടെ അതൊക്കെ വളരെ ചീപ്പാണ്, നാളെങ്ങാനും ഷോപ്പിങ്ങിന് പോകുമ്പോൾ വാങ്ങിക്കാമെന്ന്. ഓ, അതാണോ? ഞാൻ കരുതി എന്നോട് പറയാൻ മടിയായിരിക്കുമെന്ന്. ഹരി നാളെ വൈകിട്ട് ഓഫല്ലേ? അമ്മയും കൂട്ടി ഒരു ഷോപ്പിംഗ് നടത്തിക്കൂടെ? അതെന്താടോ അങ്ങനെ? നമ്മൾക്കിടയിൽ ഒരു വേർതിരിവ് വേണോ? അതല്ല, ഞാൻ ഒരുപാട് പോസസീവ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പേടിച്ചാണ്. അമ്മ വരും വരെ അവൾ എന്നെ ബെഡ്റൂമിൽ നിന്ന് തന്നെ പുറത്താക്കി മറ്റേ മുറിയിലാണ് കിടത്തിയിരുന്നത്. എന്റെ ആക്രമണം ഭയന്നാണ്. പോരാത്തതിന് നേഴ്സായതിനാൽ അവൾക്ക് ചില അനാവശ്യ ശ്രദ്ധയും പ്രിക്കോഷൻസും കുറച്ച് കൂടുതലാണ് താനും. ഇനി എന്റെ കുട്ടന് നല്ല ഭക്ഷണം കഴിക്കാം. കുക്കിങ്ങിന്റെ തലവേദന അമ്മ നോക്കിക്കോളും. സന്തോഷമായോ? നിന്റെ സന്തോഷമാ എന്റെയും സന്തോഷം. കള്ളൻ, എന്നാലും സമ്മതിച്ചു തരില്ല നിന്നെ ഞാൻ. അവളെന്റെ മൂക്ക് പിടിച്ച് ഞെരിച്ചു. ഞാൻ അവളെ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ വികൃതിച്ചക്കനെ ഞാൻ പിടിച്ച് താഴെ കിടത്തും കേട്ടോ. ഇല്ല, ഞാനൊന്നും തൊടുന്നതല്ലേ ഉള്ളൂ. ആ, തൊട്ടാണ് ഓരോന്നൊക്കെ പിന്നെ തോന്നുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു പുതിയൻ? 2.5 കൊല്ലം കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞ ദിവസവും സൂചിച്ചിട്ട് ഒഴും തീർന്നില്ലേ നിന്റെ പൊതി? നീ ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കുമ്പോഴെങ്ങനെയാ മോളെ? ഇത്തിരി അടക്കോ ഒതുക്കോ വേണം, അമ്മയ്ക്ക് കേൾക്കാവേ. ഓ, സമ്മതിച്ചേ. കടുത്ത നിരാശയോടെ അന്നും ഞാൻ തിരിഞ്ഞു കിടന്നുറങ്ങി. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ റൂമിൽ ചെന്നപ്പോൾ അമ്മ വന്ന് വാതിൽ തുറന്നു വന്നു. അവർ ധരിച്ചിരിക്കുന്ന നൈറ്റി അങ്ങിങ്ങായി നനഞ്ഞിട്ടുണ്ട്. എന്തു പറ്റി അമ്മേ? ആകെ നനഞ്ഞിരിക്കുന്നല്ലോ. അതോ, തുണി കഴുകുകയായിരുന്നു. അതിനിടെ പൈപ്പ് തെറ്റി മേലാകെ നനഞ്ഞു. ഇനി ഏതായാലും കുളിക്കണം. ഡ്രസ്സെല്ലാം എന്നിട്ട് മാറാമെന്ന് കരുതി. അറിയാതെ എന്റെ കണ്ണുകൾ അവരുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ചെന്നെത്തി. ബെറ്റിയുടെ അമ്മയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ ദുശ്ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു.
അമ്മ എനിക്ക് ഭക്ഷണം എടുത്തു വെച്ച ശേഷം കുളിക്കാനായിട്ട് കയറി. ഞാൻ ഊണ് കഴിച്ചു. പിന്നെ ടി വി ഓണാക്കി ഹാളിലിരുന്നു. അപ്പോഴേക്കും അവർ ഊണ് കഴിച്ച് അങ്ങോട്ടേക്ക് വന്നു. അമ്മയ്ക്ക് കിടക്കണമെങ്കിൽ കുറച്ചു നേരം കിടന്നോളൂ. അത് കഴിഞ്ഞ് 4 മണിക്ക് ഷോപ്പിങ്ങിന് പോകാം. എനിക്ക് ഉച്ചയുറക്കം അത്ര ശീലമില്ലടാ മോനെ. ബെറ്റി വരില്ലേ ഷോപ്പിങ്ങിന്? ഇല്ല, അവൾക്ക് അധിക നേരം അവിടെ ചുറ്റി നടക്കാനൊന്നും കഴിയില്ല. ഈയിടെയായി ഞാൻ തനിച്ചാ പോകുന്നത്. അതുകൊണ്ട് അടുക്കളയിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കറിയില്ല. അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. മോൻ കിടക്കണില്ലേ? ഇല്ലമ്മേ, ഞാനും ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. ബെറ്റിക്ക് നൈറ്റ് ഉള്ളപ്പോൾ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെട്ടോ? അവിടെ ഒറ്റയ്ക്കായപ്പോൾ വല്ലാത്ത വിമ്മിഷ്ടമായിരുന്നു. ഇവിടെ ഒന്നുമില്ലെങ്കിലും നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം. സംസാരിച്ചിരുന്ന് 4:30 വരെ ടി വി കണ്ടു. പിന്നെ അവരെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ് മാളിന്റെ മായാപ്രപഞ്ചം കണ്ടപ്പോൾ അവരൊന്ന് ഞെട്ടി. എന്റെ മോനെ, എന്തൊക്കെയായി കാണുന്നേ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു. അവസാനം ബില്ല് ചെയ്യാം. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ലേഡി ഡ്രസ് മെറ്റീരിയൽസിന്റെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ സൈസ് നോക്കി എടുത്തു. അമ്മയ്ക്ക് എന്റെ നേരെ നോക്കാനൊരു നാണം. അവർ സൈസ് നോക്കി എല്ലാം എടുത്ത് ട്രോളിയിലിട്ടു. 2 കൊണ്ട് എന്താവാനാ അമ്മേ, 2 കൂടി എടുത്തു. പിന്നെ ബെറ്റി പറഞ്ഞ് മമ്മി മറന്ന കാര്യം. അവരൊന്നുകൂടി ചമ്മി. ഞാൻ തന്നെ സൈസ് നോക്കി 2 കൂടി എടുത്തിട്ടു. രാത്രി അത്താഴമെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരം ഞങ്ങൾ ബെഡ്റൂമിൽ കതക് ചാരിയിട്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഗർഭിണിയാണെങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ആകാം. ശ്രദ്ധയോടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നേഴ്സായിട്ട് നിനക്ക് ഇതൊന്നും അറിയില്ലേ? ഇതിനുത്തരം പലതവണ പറഞ്ഞതാണ്. സംശയമാണെങ്കിൽ നമുക്ക് അമ്മയോട് ചോദിക്കാം. അയ്യേ, നീ എന്തായി പറയുന്നത്? എന്താ ഇതെത്ര വലിയ കാര്യമാണോ? വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്നാൽ എന്റെ മോനെ, തൽക്കാലം മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കും. പെട്ടെന്നാണ് വാതിൽക്കൽ ഒരു പെരുമാറ്റം കേട്ടത്. നോക്കുമ്പോൾ അമ്മ. ഞാനൊന്ന് ചമ്മി. എന്താ രണ്ടാളും കൂടി ഒരു തർക്കം? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ. ഞാൻ പെട്ടെന്ന് കയറി പറഞ്ഞു, അല്ലമ്മേ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മറ്റേതൊക്കെ പാടുണ്ടോ? അവൾ പെട്ടെന്ന് ഒരു കൂസലും കൂടാതെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ ചമ്മിപ്പോയി. അവരെന്നെ ഒന്ന് നോക്കി ചിരിച്ചു. പണ്ടത്തെ കാലത്തൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പറയും. അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. കമിഴ്ന്ന് മുഖം പൊഴുത്തി കിടക്കുന്ന എന്റെ നേരെ തിരിഞ്ഞ് തലയിൽ ശക്തിയോടെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇതിത്ര പരാതിപ്പെടാനൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെ ബഹളം കൂട്ടുന്നേ? നിന്നെ വയറ്റിലുണ്ടായിരുന്നപ്പം നിന്റെ പപ്പ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. നിങ്ങൾ കിടന്നോളൂ, ഞാൻ പോണു. അവരതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. അമർഷത്തോടെയും ചമ്മലോടെയും ഞാൻ തിരിഞ്ഞു കിടന്നുറങ്ങി. പിറ്റേന്ന് അവധിയായിരുന്നു. അന്ന് ബെറ്റിയും വീട്ടിലുണ്ടായിരുന്നു. കളിയും ചിരിയുമായി അന്നത്തെ ദിവസം കഴിഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്നും വരുമ്പോഴേക്കും അമ്മ ഭക്ഷണമെല്ലാം ഒരുക്കി കാത്തിരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ട മാത്രയിൽ എന്തെന്നറിയാതെ എന്നിൽ ഒരു വികാരത്തള്ളിച്ച എന്നെ ഉത്തേജിതനാക്കി. ഒപ്പം ഏതോ സ്പ്രേയുടെ മണവും ചേർന്നപ്പോൾ എന്നെ അത് വല്ലാതെ ഭ്രമിപ്പിക്കുന്ന പോലെ. ചെന്ന ഉടനെ ഭക്ഷണം വിളമ്പി. ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ണാനിരുന്നത്. ഊണ് കഴിക്കുന്നതിനിടെ എന്റെ ദൃഷ്ടികൾ അറിയാതെ അവരെ ലക്ഷ്യമിട്ട് നീണ്ടു. അമ്മ ഇത് മനസ്സിലാക്കിയോന്ന് അറിയില്ല. പക്ഷെ എന്നെ നോക്കി ഇടയ്ക്കിടെ ചിരിച്ചുകൊണ്ടിരുന്നു. മോന് ഞാനുണ്ടാക്കുന്ന കറികളൊക്കെ പിടിക്കുന്നുണ്ടോ ആവോ? ഓ, എല്ലാം നന്നായിട്ടുണ്ടമ്മേ. ബെറ്റി ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ടുണ്ട്. നീ എന്നെ കളിയാക്കുവാണോ? അവരല്പം കൊഞ്ചിക്കൊണ്ടാണ് ചോദിച്ചതെന്ന് തോന്നാതിരുന്നില്ല എനിക്ക്. അയ്യോ, നേരായിട്ടും അല്ലമ്മേ, അസലായിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി കറികൾ. ഇന്നലെ എന്തിനാ നീ ബെറ്റിയുമായി പിണങ്ങിയത്? അവൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരുതരം പിടിവാശിയാ. മോനിതൊന്നും സാരാക്കണ്ട. ഓ, അങ്ങനെയൊന്നുമില്ലമ്മേ, ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക്. അതൊന്നും അല്ലടാ, എനിക്കറിയാം. ഈ സമയത്ത് ആണുങ്ങൾക്ക് ഇത്തിരി കൂടുതലാവും. ഞാനിതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അത് പറഞ്ഞ് അവരെന്നെ നോക്കി ചിരിച്ചപ്പോൾ അതിലല്പം മാദകത്വമുണ്ടോ എന്ന് എനിക്ക് തോന്നി. എന്താ നോക്കിയിരിക്കുന്നേ? ആഹാരം കഴിക്കേ. ഞാൻ കുറച്ചുകൂടി ചോറ് വിളമ്പിത്തരട്ടെ? അമ്മ എണീറ്റ് എന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അയ്യോ മതിയമ്മേ, ഇപ്പോൾ തന്നെ അധികമായി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആഹാരമൊക്കെ നല്ലോണം കഴിക്കണം. പിണക്കമൊന്നും വേണ്ട. അവരെന്റെ കൈമുട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ടാഞ്ഞിട്ടാണമ്മേ, അല്ലാതെ ഒരു പിണക്കവുമില്ല. ശരി ശരി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുകൂടെ കഴിക്കണം നീ എന്ന് പറഞ്ഞ് അവർ കുറച്ചുകൂടി ചോറ് വിളമ്പി. ഞാൻ അവരെ മുഖമുയർത്തി ഒന്ന് നോക്കി. ഇത് കഴിച്ചാലൊന്നും വരില്ല. അവരൊന്നുകൂടി ചിരിച്ചിട്ട് എന്റെ അടുത്ത് തൊട്ടുരുമി നിന്നു. അവരുടെ ചൂട് എന്റെ മേലാകെ പടരും പോലെ തോന്നി. അവരൊഴിഞ്ഞു മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല.
ഞാൻ സാവധാനം ഉണ്ടു തീരും വരെ അവരെന്നെ മുട്ടിയുരുമി തന്നെ നിന്നു. ഊണ് കഴിച്ച് എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്ക് കണ്ണു കാണാൻ പോലും വയ്യാത്ത അവസ്ഥയായി. ആകെ ഒരു അമ്പരപ്പോ അതിശയമോ ഒക്കെ പോലെ. അവർക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും കണ്ടില്ല. ഊണ് കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ ടി വിക്ക് മുന്നിൽ വന്നിരുന്നു. എന്റെ മനസ്സ് മുഴുവൻ അവരായിരുന്നു. അപ്പോഴേക്കും അവർ കിച്ചണിൽ നിന്നും തിരികെ എന്റെ അരികിലേക്ക് വന്നു. ഞാൻ അവരെ സാഹൂതം ഒന്ന് ഒഴിഞ്ഞു. ബെറ്റിയുടെ അമ്മയാണെന്ന കാര്യമേ ഞാൻ മറന്നിരുന്നു. നല്ലൊരു മധ്യവയസ്കയാണ് അവരെന്ന് ഞാൻ വിലയിരുത്തി. എന്റെ നോട്ടം അവർ ശ്രദ്ധിച്ചെന്ന് മനസ്സിലായപ്പോൾ ജാള്യതയോടെ ഞാൻ മുഖം തിരിച്ചു. വീണ്ടും നോക്കിയതും അവർ എന്നെ നോക്കി വല്ലാതൊന്ന് ചിരിച്ചു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? കഴിഞ്ഞ ദിവസം വാങ്ങിയ നൈറ്റിയാ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആ കൊള്ളാം. ഇതിട്ടോണ്ടാണോന്ന് അറിയില്ല, അമ്മയെ കാണുമ്പോൾ വല്ലാത്തൊരു ചെറുപ്പം തോന്നിക്കുന്നു. ഞാൻ എങ്ങും തൊടാതെ പറഞ്ഞൊപ്പിച്ചു. അല്ലെങ്കിലും എന്നെ കണ്ടാൽ എത്ര പ്രായം തോന്നുമോ? നാട്ടില് കാണുന്നവർക്കൊക്കെ അസൂയ. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ മുഖമാകെ നാണം കൊണ്ട് തുടുത്തത് ഞാൻ കണ്ടു. എനിക്കതിൽ വല്ലാത്ത പ്രതീക്ഷ തോന്നി. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഹരിക്ക് 3:30 പോയാൽ പോരെ? മതിയമ്മേ. എന്നാൽ നീ ടി വി ഓഫാക്ക്. കുറച്ചു നേരം നമുക്ക് അകത്ത മുറിയിൽ പോയിരിക്കാം. എന്നിട്ട് എന്തിനാ? അമ്മയൊന്നും മിണ്ടിയില്ല. ഒരു ചിരി ചിരിച്ചുകൊണ്ട് അകത്ത മുറിയിലേക്ക് നടന്നു. പുറകെ ഞാനും.